ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കായ പരിപ്പ് കറിയുമായിട്ടാണ്. തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കായ, പരിപ്പ്, തക്കാളി. കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പരിപ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, തക്കാളി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളം ഒഴിവാക്കിയ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് കഴുകിയ പച്ചക്കായയാണ്. അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കായ മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിൽ അരിഞ്ഞിട്ടെടുത്താൽ മതി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനിവിടെ അരപ്പാട്ട വെള്ളമാണ് ചേർക്കുന്നത്. ചൂടാക്കിയ വെള്ളമാണ്. ഇതാകുമ്പോൾ വേഗം നമുക്ക് വെന്ത് കിട്ടും. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിൽ വരെ വേവിച്ച് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ചിരകിയ തേങ്ങയിലേക്ക് 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. 3 വിസിൽ വന്ന് എയർ പോയതിന് ശേഷം കുക്കർ തുറന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് കലക്കി പാർന്ന് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിതൊന്നിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കായ, പരിപ്പ്, തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.